ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 32nd ക്ലാസ്സാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്ക് കലോറിമെട്രിയെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് കലോറിമെട്രി, എന്താണ് കലോറിമെട്രിയുടെ പ്രിൻസിപ്പിൾ, അതിനുശേഷം ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയുടെ ബേസിക് തിയറി എന്താണ്, അതിനുശേഷം ഫോർമുല ഓഫ് കലോറിമെട്രി Q=mc∆T, അതിനുശേഷം എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, എന്താണ് ഹീറ്റ് കപ്പാസിറ്റി, ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലാസ്റ്റ് ക്ലാസ്സോട് കൂടി എന്താണ് കലോറിമെട്രി, ആ കലോറിമെട്രി എന്ന ആ ഒരു വാക്കിൻ്റെ പൂർണ്ണമായ ഒരു ആശയം എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ലാസ്റ്റ് ക്ലാസ്സോട് കൂടി. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഫോർമുല ഓഫ് കലോറിമെട്രി. എന്തായിരുന്നു ഫോർമുല ഓഫ് കലോറിമെട്രി? Q=mc∆T. അവിടെ Q എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി ലിബറേറ്റഡ് ഓർ അബ്സോർബ്ഡ്. ഒരു പ്രിൻസിപ്പിൾ ഓഫ് നമുക്ക് പറയണമെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയിലേക്ക് പോകണം. അപ്പോൾ Q എന്ന് പറഞ്ഞാൽ Q=mc∆T. അതായിരുന്നു ഫോർമുല, കലോറിമെട്രിയുടെ ബേസിക് ഫോർമുല അതായിരുന്നു Q=mc∆T. അതിൽ Q എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി റിലീസ്ഡ് ഓർ അബ്സോർബ്ഡ് ബൈ ദ ബോഡി. M is the mass of the body, C specific heat capacity and ΔT is the change in temperature. ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോർമുലയെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് Q=mc∆T, ആ ഒരു ഫോർമുലയെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് അടുത്ത തന്നെ ക്ലാസ് ഇടാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് പറ്റിയില്ല, കുറച്ച് ഗ്യാപ്പ് വന്നു ക്ലാസ്സിന്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കുഞ്ഞു മോളുണ്ട്. അവൾക്കൊരു 2 weeks അവൾ ഹെൽത്തി ആയിരുന്നില്ല, കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. അവിടെ നഴ്സറി പോകുന്ന കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് പനിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് എനിക്ക് ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ദയവായി ക്ഷമിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് വന്നത്, ഇത്രയൊരു ഗ്യാപ്പ് വന്നത്. ലാസ്റ്റ് ക്ലാസ്സിന് ശേഷം ഇത്രയൊരു ഗ്യാപ്പ് വന്നത്. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇപ്പോൾ അവൾ കുറച്ച് ഹെൽത്ത് വൈസ് കുറച്ച് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തായാലും ആ Q=mc∆T, അതായത് ഫോർമുല ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള ആ ഫോർമുലയെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ആണ്, a mass of 50 gram of certain metal at 150 degrees Celsius is immersed in 100 gram of water at 11 degrees Celsius. The final temperature is 20 degrees Celsius. Calculate the specific heat capacity of the metal. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എ മാസ് ഓഫ് 50 gram ഓഫ് സെക്കൻഡ് മെറ്റൽ. ഏതെങ്കിലും ഒരു മെറ്റൽ ആയിക്കോട്ടെ, അത് അലുമിനിയം ആയിക്കോട്ടെ, കോപ്പർ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു മെറ്റൽ ആയിക്കോട്ടെ. ആ ഒരു മെറ്റലിൻ്റെ 50 gram, അതായത് 150 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ മെറ്റലിൻ്റെ റൂം ടെമ്പറേച്ചർ 150 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെ റൂം ടെമ്പറേച്ചർ 150 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 50 gram ഉള്ള ഒരു മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് ഇമ്മേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് മുക്കുക. നമ്മൾ വെള്ളത്തിലേക്ക് മുക്കുക എന്നൊക്കെ പറയും. സാധാരണ വെള്ളത്തിലേക്ക് മുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇമ്മേഴ്സ് എന്നുള്ള വാക്ക് വരും. അപ്പം ആ ഒരു 150 ഡിഗ്രി സെൽഷ്യസ് റൂം ടെമ്പറേച്ചറുള്ള 50 gram ഉള്ള ആ ഒരു മെറ്റലിനെ നമ്മൾ 11 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള 100 gram ഓഫ് വാട്ടറിലേക്ക് ഒന്ന് ഇമ്മേഴ്സ് ചെയ്തു. അപ്പോൾ ആ ഇമ്മേഴ്സ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ടെമ്പറേച്ചറാണ് 20 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയെങ്കിൽ ഇതാണ് നമ്മുടെ സിനാറിയോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മെറ്റൽ ഉണ്ട്. ആ മെറ്റലിൻ്റെ റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട് ഒരു എനർജിയും ആ ഒരു മെറ്റലിലേക്ക് അപ്ലൈ ചെയ്യാതെ ഇരിക്കുമ്പോൾ ആ മെറ്റൽ ഹോൾഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഉണ്ട്. അതാണ് അതിൻ്റെ റൂം ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഒരു ബോഡിയുടെ റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട് യാതൊരു ഹീറ്റ് എനർജിയും ആ ബോഡിയിലേക്ക് നമ്മൾ കൊടുക്കാത്തൊരവസ്ഥയിൽ ആ ബോഡിക്ക് ടെമ്പറേച്ചർ ഉണ്ട്. അതായിരിക്കും ആ ബോഡിയുടെ റൂം ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ ആ മെറ്റലിൻ്റെ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 150 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് എക്സ്റ്റേണൽ ആയിട്ട് യാതൊരു എനർജിയും ആ മെറ്റലിലേക്ക് അപ്ലൈ ചെയ്യാത്ത അവസ്ഥയിൽ ആ മെറ്റലിനുള്ള ടെമ്പറേച്ചർ, അതാണ് ആ മെറ്റലിൻ്റെ റൂം ടെമ്പറേച്ചർ. അത് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 150 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നുണ്ട്. ആ മെറ്റലിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 50 gram ആണ്. അപ്പോൾ 150 ഡിഗ്രി സെൽഷ്യസ് റൂം ടെമ്പറേച്ചറും മാസ് 50 gram ഉള്ള ഒരു മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യാണ്, 11 ഡിഗ്രി സെൽഷ്യസ് റൂം ടെമ്പറേച്ചറുള്ള 100 gram ഓഫ് വാട്ടറിലേക്ക് ഒന്ന് മുക്കുകയാണ്. അപ്പോൾ നമ്മളത് ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഫിസിക്സിൽ ഏതൊരു ടോപ്പിക്കിനാണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഇമാജിൻ ചെയ്യുകയാണ്. ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോഴും നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ചു,
അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് പറയുന്നത് എ മാസ് ഓഫ് 50 gram ഓഫ് certain മെറ്റൽ അറ്റ് 150 degree Celsius. അപ്പോൾ 150 degree Celsius റൂം ടെമ്പറേച്ചറുള്ള 50 gram മാസ് ഉള്ള ഒരു മെറ്റൽ നമ്മുടെ കയ്യിലുണ്ട്. ആ മെറ്റൽ എന്തും ആയിക്കോട്ടെ, അത് അലുമിനിയം ആയിക്കോട്ടെ, കോപ്പർ ആയിക്കോട്ടെ, ഏതൊരു മെറ്റൽ ആയിക്കോട്ടെ, സിങ്ക് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു മെറ്റൽ ആയിക്കോട്ടെ, ആ മെറ്റൽ നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ആ മെറ്റലിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 50 gram ആണ്. ആ മെറ്റൽ ഹോൾഡ് ചെയ്യുന്ന റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 150 degree Celsius ആണ്. അപ്പോൾ അങ്ങനെ 150 degree Celsius ടെമ്പറേച്ചറും 50 gram മാസുമുള്ള ഒരു മെറ്റൽ നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ഈ മെറ്റലിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ മറ്റേ കയ്യിൽ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ ഉണ്ട്. ആ ഗ്ലാസ്സിലുള്ള വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 11 degree Celsius ആണ്. ആ വാട്ടറിൻ്റെ മാസ് 100 gram ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ 11 degree Celsius ടെമ്പറേച്ചറും 100 gram ഈ 11 degree Celsius ഉള്ള 100 gram ഓഫ് വാട്ടറിലേക്ക് നമ്മൾ ഈ 150 degree Celsius ടെമ്പറേച്ചറുള്ള 50 gram ഓഫ് മെറ്റലിനെ ഒന്ന് മുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗ്ലാസ് ഓഫ് വാട്ടറിലേക്ക് നമ്മൾ ഈ മെറ്റലിനെ അങ്ങ് മുക്കുകയാണ്. അപ്പോൾ മുക്കിയതിന് ശേഷമുള്ള ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 degree Celsius എന്ന് പറയുന്നുണ്ട്. 20 degree Celsius ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ മെറ്റലിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. ദെൻ കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ മെറ്റലിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമുക്കറിയാം, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ ഉള്ള ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 4200 ജൂൾ കിലോഗ്രാം കെൽവിൻ ഇൻവേഴ്സ് ആണ്. 4.2 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് ആണ് വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാട്ടർ ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ബോയിൽ ചെയ്ത ഒരു വാട്ടർ നമ്മുടെ ദേഹത്തേക്ക് വന്നൊന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഞ്ചേർഡ് ആകും. കാരണം എന്താണെന്ന് വെച്ചാൽ ബോയിൽ ചെയ്യുമ്പോൾ അത്രയും ഹീറ്റ് കപ്പാസിറ്റി എടുത്തുകൊണ്ടാണ് വാട്ടർ ബോയിൽ ചെയ്യുന്നത്. അത്രയും 4200 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് ടെമ്പറേച്ചർ എടുത്തുകൊണ്ടാണ് ആ വാട്ടർ ബോയിൽ ചെയ്തത്. അപ്പോൾ ആ വാട്ടർ നമ്മുടെ ദേഹത്തേക്ക് ഒന്ന് കോണ്ടാക്ട് ആകുമ്പോൾ അത്രയും ടെമ്പറേച്ചർ, അത്രയും ഹീറ്റ് എനർജി നമ്മുടെ ദേഹത്തേക്ക് റിലീസ് ചെയ്യുകയാണ്. അത്രയും 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ നമ്മുടെ ഓഫ് ഹീറ്റ് എനർജി നമ്മുടെ ബോഡിയിലേക്ക് ആ വാട്ടർ തരികയാണ്. അതുകൊണ്ടാണ് നമുക്ക് തെളിച്ച വെള്ളമൊക്കെ ദേഹത്തേക്ക് വീഴുമ്പോൾ ഭയങ്കരമായിട്ട് ഇഞ്ചേർഡ് ആവുന്നത്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ള ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടറാണ്. പിന്നെ അപ്പോൾ നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ മെറ്റൽ. ആ മെറ്റലിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മുടെ ഒരു കയ്യിൽ ഒരു 150 degree Celsius ടെമ്പറേച്ചറുള്ള മെറ്റലുണ്ട്, മറ്റേ കയ്യിൽ 11 degree Celsius ടെമ്പറേച്ചറുള്ള ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ ഉണ്ട്. വാട്ടറിൻ്റെ മാസ് 100 gram, മെറ്റലിൻ്റെ മാസ് 50 gram. അപ്പോൾ ശരിക്കും ഈ ഒരു പ്രോബ്ലം വായിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്ക് എന്താ തോന്നി, ഈ ഒരു പ്രോബ്ലം വായിച്ച് നമ്മൾ ഓരോ സെൻറ്റൻസ് നമ്മൾ വായിച്ച് നോക്കി. ആ ഓരോ സെൻറ്റൻസിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്തു. അപ്പോൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞ് ഫൈനലായിട്ടുള്ള നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ മെറ്റലിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ സെൻറ്റൻസ് വായിച്ചു. ആ ഓരോ സെൻറ്റൻസ് നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യാമായിരുന്നു. ഓരോ സെൻറ്റൻസ് വായിച്ചുകൊണ്ടിരുന്നപ്പോഴും ആ ഓരോ സെൻറ്റൻസും നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യാമായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച കലോറിമെട്രിയുടെ ഏത് പോർഷനിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ കലോറിമെട്രിയുടെ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണിത്. ഈ ഒരു എന്താ പറയുക, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് കലോറിമെട്രിയുടെ ഫോർമുലയായ Q = mc∆T ആണ്. പക്ഷേ ഇവിടുത്തെ സിനാറിയോ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി? എന്തായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എന്തായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി? പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി പറയുന്നത് വളരെ ഹൈ ടെമ്പറേച്ചറുള്ള ഒരു ഹോട്ട് ബോഡിയും അതേപോലെ തന്നെ വളരെ ലോ ടെമ്പറേച്ചറുള്ള ഒരു കോൾഡ് ബോഡിയും ഇനിഷ്യലി ആ രണ്ട് ബോഡിയും ഒരു ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഈ വളരെ ഹൈ ടെമ്പറേച്ചറുള്ള ഹോട്ട് ബോഡിയെയും വളരെ ലോ ടെമ്പറേച്ചറുള്ള കോൾഡ് ബോഡിയെയും ഒന്ന് അടുത്തടുത്ത് വെച്ചാൽ, ഒന്ന് കോണ്ടാക്റ്റിൽ വെച്ചാൽ തീർച്ചയായിട്ടും ഈ ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആക്കപ്പെടും.
ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി തീർച്ചയായിട്ടും കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആക്കപ്പെടും. അപ്പോൾ എത്രത്തോളം ഹീറ്റ് എനർജി ഈ ഹോട്ട് ബോഡിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ ലോസ് ആകുന്നു, ആ ലോസ് ആകുന്ന അത്രയും ഹോട്ട് ബോഡിയിൽ നിന്നും ലോസ് ആയ അത്രയും ഹീറ്റ് എനർജി കോൾഡ് ബോഡി, ലോ ടെമ്പറേച്ചറുള്ള കോൾഡ് ബോഡി ഗെയിൻ ചെയ്യും എന്ന് പറഞ്ഞു. എത്രത്തോളം ഹീറ്റ് എനർജിയാണോ ഹോട്ട് ബോഡിയിൽ നിന്നും ലോസ് ആക്കപ്പെട്ടത്, ആ ലോസായ അത്രയും ഹീറ്റ് എനർജിയെ ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ അത്രയും ഹീറ്റ് എനർജിയെ കോൾഡ് ബോഡി ഗെയിൻ ചെയ്തുകൊണ്ട് കൺസർവ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയും എന്നൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ശരിയല്ലേ? അപ്പോൾ അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ സിനാരിയോയിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിലെ സിനാരിയോ ശരിക്കും പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഫിസിക്സിൽ ഏതൊരു പ്രോബ്ലമാണ്, അതായത് ഏത് ടോപ്പിക്കിൽ നിന്നും ആയിക്കോട്ടെ, ഏതൊരു ടോപ്പിക്കിൽ നിന്നാണെങ്കിലും ഏതൊരു പ്രോബ്ലം ചോദിച്ചാലും നമ്മൾ ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധയോടെ വായിക്കുക. അതിനുശേഷം ആ ക്വസ്റ്റ്യനിലെ ഓരോ സെന്റൻസ് വായിക്കുമ്പോഴും ആ ഓരോ സെന്റൻസിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യാണ്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പഠിച്ച ഏത് പോർഷനിൽ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണിത്. നമ്മൾ ഒരുപാട് ടോപ്പിക്സ് പഠിച്ചു, അതിൽ ഏത് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം, അത് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ശരിക്കും പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി എന്ന ആ ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സിനറിയോ എന്ന് പറയുന്നത് ശരിക്കും ബേസ് ചെയ്തിരിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനറിയോയിലുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി പറയുന്നത് ഒരു വളരെ ഹൈ ടെമ്പറേച്ചറുള്ള ഒരു ഹോട്ട് ബോഡി ഉണ്ട്, അതേപോലെ തന്നെ വളരെ ലോ ടെമ്പറേച്ചറുള്ള ഒരു കോൾഡ് ബോഡി ഉണ്ട്. ഈ ഹോട്ട് ബോഡിയും കോൾഡ് ബോഡിയും കോണ്ടാക്റ്റിൽ വെച്ചാൽ, അടുത്തടുത്ത് വെച്ചാൽ തീർച്ചയായിട്ടും ഈ ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആക്കപ്പെടും. അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി നഷ്ടമാകും. പക്ഷേ ആ ഹോട്ട് ബോഡിയിൽ നിന്നും നഷ്ടമാകുന്ന അത്രയും ഹീറ്റ് എനർജി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി ലോസ് ആകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി ലോസ് ആകുന്നുണ്ടെങ്കിലും ഹോട്ട് ബോഡിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ അത്രയും ഹീറ്റ് എനർജിയെ ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ കോൾഡ് ബോഡി ഗെയിൻ ചെയ്തുകൊണ്ട് കൺസർവ് ചെയ്യാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുക. കാരണം അവിടെ ഒട്ടും തന്നെ ഹീറ്റ് എനർജി നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഹോട്ട് ബോഡിയിൽ നിന്നും ലോസ് ആകുന്നുണ്ട്, പക്ഷെ ആ ലോസിനെ ഗെയിൻ ചെയ്യുന്നത് ആരാണ്? കോൾഡ് ബോഡിയാണ് ഗെയിൻ ചെയ്യുന്നത്. അങ്ങനെ കോൾഡ് ബോഡി ആ ഹോട്ട് ബോഡിയിൽ നിന്നും നഷ്ടമാക്കപ്പെട്ട അത്രയും ഹീറ്റ് എനർജിയെ കോൾഡ് ബോഡി ഗെയിൻ ചെയ്തുകൊണ്ട് കൺസർവ് ചെയ്യാണ്. ഗെയിൻ ചെയ്തുകൊണ്ട് ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ ഗെയിൻ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ശരിക്കും പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി എന്ന ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യം പറയുന്നുണ്ട്, ഒരു 50 ഗ്രാം മാസമുള്ള ഒരു 150 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും 50 ഗ്രാം മാസമുള്ള ഒരു മെറ്റൽ. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റൽ എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ മെറ്റൽ. ഇതാണ് നമ്മുടെ മെറ്റൽ. ഈ മെറ്റലിന്റെ മാസ് ആണ് 50 ഗ്രാം. ടെമ്പറേച്ചർ എത്രയാണ്? 150 ഡിഗ്രി സെൽഷ്യസ്. ഇതേപോലെ തന്നെ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ. മാസ് എത്രയാണ്? വാട്ടറിന്റെ മാസ് എത്രയാണ്? 100 ഗ്രാം ആണ്. ക്വസ്റ്റ്യൻ പറയുന്നു ആ വാട്ടറിന്റെ ടെമ്പറേച്ചർ 11 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മൾ ഈ മെറ്റലിനെ നമ്മൾ ബോഡി എ ആയിട്ട് എടുക്കുകയാണ്. ഗ്ലാസ് ഓഫ് വാട്ടറിനെ നമ്മൾ ബോഡി ബി എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ എ എന്ന ബോഡി ഏതാണ്? മെറ്റലാണ്. 50 ഗ്രാം മാസും 150 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും ഉള്ള മെറ്റലാണ് നമ്മുടെ ബോഡി എ. അതേപോലെ തന്നെ 100 ഗ്രാം മാസും 11 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും ഉള്ള വാട്ടറാണ് നമ്മുടെ ബോഡി ബി. ഈ എ എന്ന ബോഡിയും ബി എന്ന ബോഡിയും നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ കമ്പാരിറ്റീവ്ലി ഹൈ ടെമ്പറേച്ചർ ഉള്ളത് ഏത് ബോഡിക്കാണ്? തീർച്ചയായിട്ടും ഈ 50 ഗ്രാം മാസമുള്ള മെറ്റലിന് തന്നെയാണ് വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുതൽ, ശരിയല്ലേ? അല്ലെങ്കിൽ ഈ വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ലെവൽ വളരെ കൂടുതലുള്ളത് 50 ഗ്രാം മാസ് ഓഫ് മെറ്റലിനാണ്. മെറ്റലിന്റെ ടെമ്പറേച്ചർ 150 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ സ്ഥാനത്ത് വാട്ടറിന്റെ ടെമ്പറേച്ചർ 11 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഏതാണ് ഹോട്ട് ബോഡി, ഏതാണ് കോൾഡ് ബോഡി? നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ 50 ഗ്രാം
മാസുള്ള 150 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും 50 ഗ്രാം മാസുള്ള ഈ എ എന്ന ബോഡി ആയ മെറ്റലിനെ നമ്മൾ ഹോട്ട് ബോഡിയായിട്ട് എടുക്കുകയാണ്. കാരണം ആ ബോഡിയുടെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ് വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബോഡി ബിയെ കമ്പയർ ചെയ്യുമ്പോൾ ബോഡി എയുടെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്, 150 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ സ്ഥാനത്ത് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 11 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. തീർച്ചയായിട്ടും മെറ്റലിൻ്റെ ടെമ്പറേച്ചറാണ് കൂടുതൽ, അല്ലെങ്കിൽ മെറ്റലിൻ്റെ ടെമ്പറേച്ചറാണ് ഹൈ ലെവലിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 50 ഗ്രാം മാസുള്ള 150 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള മെറ്റലിനെ നമ്മൾ ഹോട്ട് ബോഡി ആയിട്ടും, അതേപോലെ തന്നെ 100 ഗ്രാം മാസുള്ള 11 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും 100 ഗ്രാം മാസുള്ള വാട്ടറിനെ നമ്മൾ കോൾഡ് ബോഡി ആയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യാം. അതിനുശേഷം ക്വസ്റ്റ്യൻ പറഞ്ഞ എന്താണ്, ഈ 150 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഈ 50 ഗ്രാം ഓഫ് മെറ്റലിനെ വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്തു എന്ന് പറയുന്നുണ്ട്, അതായത് വാട്ടറിലേക്ക് മുക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മെറ്റലിനെ വാട്ടറിലേക്ക് മുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ എ എന്ന ഹോട്ട് ബോഡിയായ മെറ്റലും ബി എന്ന കോൾഡ് ബോഡിയായ വാട്ടറും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. ശരിയല്ലേ? ഒരു മെറ്റല് ഒരു വാട്ടറിനകത്തേക്ക് മുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ മെറ്റലും വാട്ടറും തമ്മിൽ ബന്ധപ്പെട്ടു, കോണ്ടാക്റ്റിലായി കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കളറിമെട്രി അനുസരിച്ച് എന്തായിരിക്കും അവിടെ സംഭവിക്കുക? തീർച്ചയായിട്ടും ഈ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന മെറ്റൽ 50 ഗ്രാം മാസുള്ള 150 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഈ മെറ്റൽ തീർച്ചയായിട്ടും അതിൻ്റെ ഹീറ്റ് എനർജി വാട്ടറിലേക്ക് കൊടുക്കും, വാട്ടറിലേക്ക് ലിബറേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ മെറ്റലിനെ വാട്ടറിലേക്ക് മുക്കുന്ന സമയത്ത്, ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി അനുസരിച്ചിട്ട് ഈ മെറ്റൽ ഈ 50 ഗ്രാം മാസുള്ള 150 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള ഈ മെറ്റലിനെ ഈ 100 ഗ്രാം മാസുള്ള 11 ഡിഗ്രി സെൽഷ്യസ് ഓഫ് വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ, മുക്കുമ്പോൾ ഈ മെറ്റലും വാട്ടറും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു, കോണ്ടാക്റ്റിലായി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി അനുസരിച്ച് സംഭവിക്കുക? തീർച്ചയായിട്ടും ഈ എ എന്ന ഹോട്ട് ബോഡി 50 ഗ്രാം മാസുള്ള 150 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഈ ഹോട്ട് ബോഡി അതിൻ്റെ ഹീറ്റ് എനർജി ഹോട്ട് ബോഡി ഈ 50 ഗ്രാം മാസുള്ള 150 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള ഈ എ എന്ന ഹോട്ട് ബോഡിയായ മെറ്റലിൽ നിന്നും ഹീറ്റ് എനർജി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഈ എ എന്ന 50 ഗ്രാം മാസുള്ള 150 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലുള്ള ഈ എ എന്ന മെറ്റല് അതിൻ്റെ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്ഹോസ്റ്റ് ചെയ്യുക, ലിബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കളയുക, അല്ലെങ്കിൽ എക്സ്ഹോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയും. ലിബറേറ്റ് ചെയ്യും. എങ്ങോട്ടേക്കായിരിക്കും ലിബറേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ ലിബറേറ്റ് ചെയ്ത അത്രയും ഹീറ്റ് എനർജി ആരായിരിക്കും ഗെയിൻ ചെയ്യുക? തീർച്ചയായിട്ടും ബി എന്ന കോൾഡ് ബോഡിയായ വാട്ടർ ആയിരിക്കും ഗെയിൻ ചെയ്യുക. നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി അതാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഒരു ഹോട്ട് ബോഡിയും ഒരു കോൾഡ് ബോഡിയും തമ്മിൽ കോണ്ടാക്റ്റിലായാൽ തീർച്ചയായിട്ടും ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി ലോസ് ആക്കപ്പെടും. അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ 50 ഗ്രാം മാസുള്ള 150 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള ഈ മെറ്റലിനെ 100 ഗ്രാം മാസുള്ള 11 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ഹോട്ട് ബോഡിയും കോൾഡ് ബോഡിയും അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി അനുസരിച്ചിട്ട് എന്തായിരിക്കും സംഭവിക്കുക? തീർച്ചയായിട്ടും ആ ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി ലോസ് ആക്കപ്പെടും. ആ ഹോട്ട് ബോഡിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന അത്രയും ഹീറ്റ് എനർജി ഗെയിൻ ചെയ്യുന്നത് ബി എന്ന കോൾഡ് ബോഡി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ 50 ഗ്രാം മാസുള്ള 150 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും 50 ഗ്രാം മാസുള്ള ഈ എ എന്ന ഹോട്ട് ബോഡി എന്ന മെറ്റലിനെ നമ്മൾ ഈ 100 ഗ്രാം മാസും 11 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ 50 ഗ്രാം മാസുള്ള ഈ മെറ്റലിൽ നിന്നും ഹീറ്റ് എനർജി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ 50 ഗ്രാം മാസുള്ള മെറ്റലിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഹീറ്റ് എനർജി എല്ലാം ഗെയിൻ ചെയ്യുന്നത് ഈ 100 ഗ്രാം മാസുള്ള 11 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ എന്ന കോൾഡ് ബോഡി ആയിരിക്കും. നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി അത് തന്നെയാണ് പറയുന്നത്, ശരിയല്ലേ? കോൾഡ് ബോഡി ആയിരിക്കും. അപ്പോൾ ഈ മെറ്റലിനെ വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ എ എന്ന മെറ്റലിൽ നിന്നും ഹീറ്റ് എനർജി ബി എന്ന കോൾഡ് ബോഡിയായ വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ആക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ മുക്കുന്ന സമയത്ത് ഈ മെറ്റലിനെ വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ 50 ഗ്രാം മാസും 150 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള ഈ മെറ്റലിൽ നിന്നും ഹീറ്റ് എനർജി ലോസ് ആക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഈ മെറ്റല് ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ മെറ്റലിൽ നിന്നും ലിബറേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ മെറ്റൽ ലിബറേറ്റ് ചെയ്ത അത്രയും ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യാനുള്ള ഒരാളുണ്ട്. അതാണ് നമ്മുടെ 100 ഗ്രാം ഓഫ് വാട്ടറും 11 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള കോൾഡ് ബോഡിയായ വാട്ടർ.
അപ്പോൾ ഈ ഇമേഴ്സ് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റലിൽ നിന്നും ലിബറേറ്റ് ചെയ്യപ്പെടുന്ന അത്രയും ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുന്നത് 100 gram ഓഫ് മാസും 11 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള വാട്ടർ ആയിരിക്കും. അപ്പോൾ ഒരേ സമയം അവിടെ ഒരു ലിബറേഷൻ ഓഫ് ഹീറ്റ് എനർജി സംഭവിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അവിടെ ഒരു അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് എനർജി സംഭവിക്കുന്നുണ്ട്. അവിടെ അതായത് ആ ഒരു മുക്കുന്ന സമയത്ത് ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ആ കെമിക്കൽ റിയാക്ഷനിൽ ഒരു ലിബറേഷൻ ഓഫ് എനർജി ഉണ്ട്, അതേപോലെ തന്നെ ഒരു അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് എനർജി ഉണ്ട്. അവിടെ അതുകൊണ്ടാണ് നമ്മൾ കലോറിമെട്രി ഇത്ര പ്രാധാന്യമായിട്ട് ഈ ഒരു കേസിൽ പറയുന്നത്. അപ്പോൾ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ഹോട്ട് ബോഡിയും ഒരു കോൾഡ് ബോഡിയും തമ്മിൽ കോൺടാക്ട് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ ഹോട്ട് ബോഡിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന അത്രയും ഹീറ്റ് എനർജി ബി എന്ന കോൾഡ് ബോഡി ഗെയിൻ ചെയ്തുകൊണ്ട് കൺസർവ് ചെയ്യാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ശരിക്കും പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കി വിചാരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് ഈ ക്വസ്റ്റ്യൻ നിന്ന് തന്നെയാണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു, ഓരോ സെൻറ്റൻസും മനസ്സിലാക്കി, ആ ഓരോ സെൻറ്റൻസും നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്തു. അതിനുശേഷം നമുക്ക് മനസ്സിലായി ഈ പ്രോബ്ലം തീർച്ചയായിട്ടും ചോദിച്ചിരിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി എന്ന ആ കാര്യത്തെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി അനുസരിച്ചിട്ട് നമ്മൾ ആ സിനാറിയോ ഒരു പിക്ചർ വൈസ് നമ്മൾ ഇമാജിൻ ചെയ്ത് നമ്മളൊന്ന് വരച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ മെറ്റലിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഈ പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്, അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ സിനാറിയോ ശരിക്കും പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയാണ്. ഈ പ്രോബ്ലത്തിൻ്റെ സിനാറിയോ ശരിക്കും പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയാണ്. ഇനി ഈ പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിക്ക് ഒരു തിയറി ഉണ്ട്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയുടെ തിയറി? ഹീറ്റ് ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി. അതുകൊണ്ട് അവിടെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമ്മൾ വിളിക്കുക. അതായത് ഹോട്ട് ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അത്രയും ഹീറ്റ് എനർജി, എത്രത്തോളം ഹീറ്റ് എനർജി ഹോട്ട് ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു, ലോസ് ആക്കപ്പെടുന്നു, അത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയെ കോൾഡ് ബോഡി ഗെയിൻ ചെയ്തുകൊണ്ട് കൺസർവ് ചെയ്യാണ്. അപ്പോൾ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഹോട്ട് ബോഡിയിൽ നിന്നും ലോസ് ആകുന്നു, അത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയെ കോൾഡ് ബോഡി ഗെയിൻ ചെയ്യാണ്, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാണ്. അല്ലെങ്കിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഹോട്ട് ബോഡി ലിബറേറ്റ് ചെയ്തോ അത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയെ കോൾഡ് ബോഡി അബ്സോർബ് ചെയ്യാണ്. ഒട്ടും തന്നെ നഷ്ടപ്പെടുത്തുക, 1% പോലും നഷ്ടപ്പെടുത്താതെ അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ഹീറ്റ് ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയുടെ ബേസിക് തിയറി. ശരിയല്ലേ? എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയുടെ തിയറി? Heat lost by the hot body, very important theory of principle of calorimetry. Heat lost by the hot body is equal to heat gain by the cold body. By the cold body. So this is a very important theory of principle of calorimetry. അപ്പോൾ principle of calorimetry define the what is the theory of principle of calorimetry? എന്താണ് principle of calorimetry? ആ principle of calorimetry കൂടി നമുക്ക് കിട്ടുന്ന ഒരു ആശയം എന്താണ്? ഇതാണ് ആ ആശയം. Heat lost by the hot body equal to heat gained by the cold body. ഈ ഒരു തിയറി പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ഒബേ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് തന്നെ വിളിക്കുന്നത്. കാരണം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹോട്ട് ബോഡിയിൽ നിന്നും എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ ആ നഷ്ടപ്പെടുന്ന അത്രയും ഹീറ്റ് എനർജിയെ ഈ ബി എന്ന കോൾഡ് ബോഡി ഗെയിൻ ചെയ്തുകൊണ്ട് കൺസർവ് ചെയ്യാണ്. അതുകൊണ്ടാണ് നമ്മൾ അപ്പോൾ ഈ ഒരു തിയറി പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ഒബേ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുക. അപ്പോൾ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത് ശരിക്കും ഈ ഒരു തിയറി ബേസ് ചെയ്തിട്ടാണ്. പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത് ഈ തിയറി ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ
നമ്മൾ ഓരോ പോയിന്റ്സും ശരിക്കും മനസ്സിലാക്കി തന്നെ പഠിക്കുക. മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മനസ്സിലാക്കിയ ഇതെല്ലാം ഓടി എത്തണമെങ്കിൽ ആദ്യം നമ്മൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഒരിക്കലും ബൈഹാർട്ട് ചെയ്യാതിരിക്കുക. ഫിസിക്സ് എന്നല്ല ഒരു സബ്ജക്റ്റും ഒരിക്കലും ബൈഹാർട്ട് ചെയ്യാതിരിക്കുക. ബൈഹാർട്ട് ചെയ്താൽ നമുക്ക് എല്ലാം നമ്മൾ മറന്നുപോകും. പ്രത്യേകിച്ച് ഫിസിക്സ് ഒരു പോയിന്റ്സ് പോലും അതൊരു ഈ ഒരു ചാപ്റ്റർ എന്നല്ല, ഫിസിക്സിലെ ഏതൊരു ടോപ്പിക് ആണെങ്കിലും മനസ്സിലാക്കി തന്നെ പഠിക്കുക. മനസ്സിലാക്കിയാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഫിസിക്സ്. ഫിസിക്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് മനസ്സിലാക്കി പഠിച്ചത്. അപ്പോൾ മനസ്സിലാക്കി പഠിച്ചാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല ഫിസിക്സ് എന്നല്ല, മാത്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും മനസ്സിലാക്കി തന്നെ പഠിക്കുക. മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഏതൊരു പ്രോബ്ലം ചോദിച്ചാലും നമുക്ക് അതേപോലെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വേണം വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ശരിക്കും പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി എന്ന ഒരു കാര്യത്തെ ബേസിച്ചുള്ള പ്രോബ്ലമാണ്. ആ സിനാറിയോ എന്ന് പറയുന്നത് ശരിക്കും പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ബേസിച്ചുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയുടെ ഈ തിയറി യൂസ് ചെയ്തിട്ടാണ്. ഹീറ്റ് ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി. ഇനി നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മെറ്റലിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഞാനിവിടെ ഫിഗർ ഒന്ന് വരയ്ക്കാം. സൈഡിൽ മെറ്റൽ മാസ് 50 gram, ടെമ്പറേച്ചർ 150 degree Celsius. മെറ്റൽ 50 gram, മാസ് 50 gram, ടെമ്പറേച്ചർ 150 degree Celsius. Glass of water, mass 100 gram, temperature 11 degree Celsius. So ഇവിടെ നമ്മൾ 50 gram മാസ് ഉള്ള 150 degree Celsius ടെമ്പറേച്ചർ ഉള്ള ബോഡി എ, ബോഡി ബി. അപ്പോൾ ഇവിടെ നമ്മൾ 50 gram മാസ് ഉള്ള 150 degree Celsius ടെമ്പറേച്ചർ ഉള്ള മെറ്റലിനെ നമ്മൾ ആ മെറ്റൽ എന്തും ആയിക്കോട്ടെ ആ മെറ്റലിനെ നമ്മൾ ബോഡി എ ആയിട്ട് എടുത്തു. 100 gram മാസ് ഉള്ള 11 degree Celsius ടെമ്പറേച്ചർ ഉള്ള ഗ്ലാസ് ഓഫ് വാട്ടറിനെ ബോഡി ബി ആയിട്ട് എടുത്തു. ഈ വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന ടെമ്പറേച്ചർ വളരെ കൂടുതലുള്ളത് മെറ്റലിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മെറ്റലിനെ ഹോട്ട് ബോഡി ആയിട്ടും ബി ഗ്ലാസ് ഓഫ് വാട്ടറിനെ നമ്മൾ കോൾഡ് ബോഡിയുമായിട്ട് എടുക്കുകയാണ്. അതിനുശേഷം ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഈ മെറ്റലിനെ നമ്മൾ വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെറ്റലിനെ നമ്മൾ വാട്ടറിലേക്ക് മുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ മെറ്റലും വാട്ടറും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി അനുസരിച്ചിട്ട് ഒരു ഹോട്ട് ബോഡിയും ഒരു കോൾഡ് ബോഡിയും തമ്മിൽ കോൺടാക്റ്റിൽ വെച്ച് എന്തായിരിക്കും അവിടെ സംഭവിക്കുക? തീർച്ചയായിട്ടും ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആക്കപ്പെടും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി നഷ്ടമാകും. പക്ഷേ ആ ഹോട്ട് ബോഡിയിൽ നിന്ന് നഷ്ടമാകുന്ന അത്രയും ഹീറ്റ് എനർജി ബി എന്ന കോൾഡ് ബോഡി ഗെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഹോട്ട് ബോഡിയിൽ നിന്നും ലോസ് ആക്കപ്പെടുന്നു അത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയെ കോൾഡ് ബോഡി ഗെയിൻ ചെയ്തുകൊണ്ട് ഗെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഗെയിൻ ചെയ്യുന്നു പറഞ്ഞാൽ ശരിക്കും ആ കോൾഡ് ബോഡി അവിടെ ഹീറ്റ് എനർജിയെ കൺസർവ് ചെയ്യുകയാണ്, ഗെയിൻ ചെയ്തുകൊണ്ട് കൺസർവ് ചെയ്യുകയാണ്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയുടെ തിയറി. ഹീറ്റ് ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ഹീറ്റ് ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി. ആ ഒരു തിയറി പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ഒബേ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നൊക്കെ വിളിക്കുക. അപ്പോൾ ഈ പ്രോബ്ലം ശരിക്കും പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. പക്ഷേ നമ്മൾ ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ തിയറി യൂസ് ചെയ്തുകൊണ്ടാണ്. ഹീറ്റ് ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി. സോ നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാണ്. സോ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയുടെ തിയറി എന്ന് എഴുതുക. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയുടെ തിയറി? ഹീറ്റ് ലോസ്റ്റ് ബൈ ദി ഹോട്ട് ബോഡി is equal to heat gained by the cold body. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയുടെ തിയറി. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തിയറി പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയുടെ തിയറി എഴുതുക. ഹീറ്റ് ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി. ആ ഒരു തിയറി നമ്മൾ കൂടെ എഴുതുക. അതിനുശേഷം നമ്മൾ മെറ്റലിൻ്റെ കേസ് എടുക്കുകയാണ്.
മെറ്റലിൻ്റെ കേസ് എടുത്താൽ ഈ മെറ്റലിനെ വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെറ്റൽ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യും. തീർച്ചയായിട്ടും പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി അനുസരിച്ചിട്ട് ഈ മെറ്റൽ തീർച്ചയായിട്ടും അതിൻ്റെ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യും. സോ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി ലിബറേറ്റഡ് ബൈ ദ ഹോട്ട് ബോഡി. ഹോട്ട് ബോഡിയുടെ ഏതാണ്? മെറ്റലാണ് ഹോട്ട് ബോഡി. Quantity of heat energy liberated by the hot body. ഏതാണ് hot body? Metal ആണ് hot body. Liberated by the hot body. That is നമ്മുടെ ഫോർമുല ഓഫ് കലോറിമെട്രി എന്താണ്? Q is equal to mc. ആ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. അത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയുടെ തിയറി എടുക്കുക. ഹീറ്റ് ലോസ്ഡ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി. ഇവിടെ ഹോട്ട് ബോഡി എന്ന് പറഞ്ഞാൽ 50 ഗ്രാം മാസുള്ള മെറ്റലാണ്. കോൾഡ് ബോഡി എന്ന് പറയുന്നത് 100 ഗ്രാം മാസുള്ള വാട്ടറാണ്. സോ ക്വാണ്ടിറ്റി, അപ്പം ഈ മെറ്റലിനെ വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ആ ഹോട്ട് ബോഡിയിൽ നിന്നും ഹീറ്റ് എനർജി ലിബറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ആ ഹോട്ട് ബോഡി അതിൻ്റെ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ ഈ മെറ്റലിനെ ഈ വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഹോട്ട് ബോഡിയായ മെറ്റൽ അതിൻ്റെ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ആ മെറ്റൽ ലിബറേറ്റ് ചെയ്യുന്ന അത്രയും ഹീറ്റ് എനർജിയെ ഈ വാട്ടർ ആയിരിക്കും അബ്സോർബ് ചെയ്യുക. അപ്പോൾ ആ മെറ്റൽ ലിബറേറ്റ് ചെയ്ത ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി എത്രയാണ് അത് ആദ്യം കാണുക. സോ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി Q is equal to mc delta T. ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നത്. Q എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ക്വസ്റ്റ്യൻ Q എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി ലിബറേറ്റഡ് ബൈ ദ ഹോട്ട് ബോഡി മെറ്റൽ. ഇവിടെ Q is equal to, ഇവിടെ നമ്മൾ മെറ്റലിൻ്റെ എഴുതിയിരിക്കുന്നത് മെറ്റലിൻ്റെ കേസാണ് പറയുന്നത്. ഇവിടെ Q is equal to mc delta T. ഇവിടെ Q എന്ന് മീൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി liberated by the hot body metal. M is the mass of the metal. See the specific heat capacity of the metal. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. Delta T is the change in temperature. So Q is equal to mc delta T. അപ്പോൾ ആദ്യം നമ്മുടെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ ആദ്യം നമ്മൾ ആ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയുടെ തിയറി എഴുതി. ഹീറ്റ് ലോസ്ഡ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദ കോൾഡ് ബോഡി. ആദ്യം നമ്മൾ ഹോട്ട് ബോഡി ആയ മെറ്റലിൻ്റെ കേസ് എടുക്കുകയാണ്. അപ്പോൾ മെറ്റൽ ഈ വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഹോട്ട് ബോഡി ആയ മെറ്റലിനെ ഈ വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഹോട്ട് ബോഡി ആയ മെറ്റൽ അതിൻ്റെ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യും. ആ ലിബറേറ്റ് ചെയ്യപ്പെട്ട എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി എത്രയാണ് അത് ആദ്യം കണ്ടുപിടിക്കുക. അതിനുള്ള ഫോർമുലയാണ് Q is equal to mc delta T. Formula of calorimetry. Q is equal to mc delta T. Formula of calorimetry. Formula of calorimetry. ഇവിടെ Q എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ കേസാണ് നമ്മൾ ആദ്യം ഇവിടെ മെറ്റലിൻ്റെ കേസാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഇവിടെ Q എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി ലിബറേറ്റഡ് ബൈ ദ മെറ്റൽ. ഈ മെറ്റലിനെ ഹോട്ട് ബോഡി ആയ മെറ്റലിനെ വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ഈ മെറ്റൽ അതിൻ്റെ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യും. ആ ലിബറേറ്റ് ചെയ്യപ്പെട്ട എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി എത്രയാണ് അതായത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഫോർമുലയാണ് Q is equal to mc delta T. ഇവിടെ Q എന്ന് പറഞ്ഞാൽ it is the quantity of heat energy liberated by the hot body metal. M is the mass of the metal. C the specific heat capacity of the metal. And delta T is the change in temperature. അപ്പോൾ നമ്മൾ ആദ്യം എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഈ ഹോട്ട് ബോഡി ആയ മെറ്റൽ ലിബറേറ്റ് ചെയ്ത് വെള്ളത്തിലേക്ക് മുക്കിയപ്പോൾ ലിബറേറ്റ് ചെയ്ത് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ Q is equal to മെറ്റലിൻ്റെ മാസ് 50 ഗ്രാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് അറിയില്ല, അത് അതേപോലെ ഇരുന്നോട്ടെ. Then change in temperature. Initial temperature എത്രയായിരുന്നു? 150 degree Celsius. അതിനുശേഷം ഫൈനൽ ടെമ്പറേച്ചർ 20 degree Celsius എന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. സോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 150 minus 20. 150 minus 20. That is 50C into 130. That is 6,500 C. So quantity, amount of heat energy or quantity of heat energy liberated by the metal is
6500 C നമുക്ക് കിട്ടും. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതും. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതും. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതും. ഇനി ഇതേപോലെ തന്നെ ഈ ഹോട്ട് ബോഡിയെ ഈ കോൾഡ് ബോഡിയിലേക്ക് ഇമേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഹോട്ട് ബോഡി അതിന്റെ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ലിബറേറ്റ് ചെയ്ത എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് നമുക്ക് Q is equal to 6500 C എന്ന് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ലിബറേറ്റ് ചെയ്യുമ്പോൾ അത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഈ ബി എന്ന കോൾഡ് ബോഡി അബ്സോർബ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ തിയറി അതാണ് പറയുന്നത്, ഹീറ്റ് ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദ കോൾഡ് ബോഡിയാണ്. ആ തിയറി യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ മെറ്റലിനെ വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഹോട്ട് ബോഡി പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി അനുസരിച്ചിട്ട് ഈ ഹോട്ട് ബോഡി ആയ മെറ്റൽ അതിൻ്റെ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യും. ആ ലിബറേറ്റ് ചെയ്യപ്പെട്ട എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് Q is equal to 6500 C എന്ന് നമുക്ക് കിട്ടും. ഇനി ഇതേപോലെ തന്നെ ഈ വാട്ടർ എന്ത് ചെയ്യും, മെറ്റൽ അതിൻ്റെ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുമ്പോൾ വാട്ടർ ലിബറേറ്റ് ചെയ്ത അത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി വാട്ടർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അബ്സോർബ് ചെയ്യപ്പെട്ട എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി എത്രയാണ് അത് നമ്മൾ കണ്ടുപിടിക്കണം. സോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ബൈ ദി വാട്ടർ. Quantity of heat energy absorbed by the water. Quantity of heat energy absorbed by the water. So അതിന് നമ്മൾ ഇതേ സെയിം ഫോർമുലയാണ് യൂസ് ചെയ്യുക, ഫോർമുല ഓഫ് കലോറിമെട്രി. Q is equal to MC delta T, formula of calorimetry. അപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് വാട്ടർ മെറ്റലിനെ വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെറ്റൽ കുറച്ച് ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യും പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി അനുസരിച്ചിട്ട്. അത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി Q is equal to MC delta T എന്ന ഫോർമുല വഴി നമ്മൾ കണ്ടുപിടിച്ചു. Q is equal to 6500 C. അത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എഴുതി. ഇനി അതേപോലെ തന്നെ ഈ മെറ്റൽ അതിൻ്റെ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുമ്പോൾ അത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഈ വാട്ടർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ടർ അബ്സോർബ് ചെയ്ത എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി എത്രയാണ് അത് നമ്മൾ കണ്ടുപിടിക്കാം. സോ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ബൈ ദി വാട്ടർ. വീണ്ടും നമ്മൾ ഇതേ സെയിം ഫോർമുലയിലേക്ക് ഫോർമുല ഓഫ് കലോറിമെട്രിയിലേക്ക് പോയി. Q is equal to MC delta T. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q is equal to മാസ് ഓഫ് ദ വാട്ടർ എത്രയാണ് 100. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എത്രയാണ് 4.2 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. പിന്നെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഫൈനൽ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ്, വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 11 ഡിഗ്രി സെൽഷ്യസ്. That is 100 into 4.2 into 9. That is 900 into 4.2. Q is equal to Q is equal to 900 into 4.2. അത് ഏകദേശം 900 into 4.2. Q is equal to 900 into 4.2. അപ്പോൾ ഈ Q is equal to 900 into 4.2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ബൈ ദ വാട്ടർ. അപ്പോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ലിബറേറ്റഡ് ബൈ ദ മെറ്റൽ എത്രയായിരുന്നു? Q is equal to 6500 C. Amount of heat energy absorbed by the water എന്ന് പറയുന്നത് Q is equal to 900 into 4.2. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട്. ഇനി നമ്മുടെ തിയറി എന്താണ് പറയുന്നത്? നമ്മുടെ കലോറിമെട്രിയുടെ തിയറി എന്താണ് പറയുന്നത്? ഹീറ്റ് ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദ കോൾഡ് ബോഡിയാണ്. അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ലിബറേറ്റഡ് ബൈ ദ ഹോട്ട് ബോഡി ഇസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ബൈ ദ കോൾഡ് ബോഡിയാണ്. ആ ഒരു തിയറി ഇനി ഇവിടെ അപ്ലൈ ചെയ്താൽ എങ്ങനെ വരും? അപ്പോൾ ഇവിടെ ശരിക്കും ഈ മെറ്റലിനെ വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്ത സമയത്ത് മെറ്റൽ വാട്ടറിലേക്ക് ലിബറേറ്റ് ചെയ്ത എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയായ Q is equal to 6500 C എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഈ 100 gram ഓഫ് വാട്ടർ 100 gram ഓഫ് മാസ് ഉള്ള വാട്ടർ അബ്സോർബ് ചെയ്ത എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയായ Q is equal to 900 into 4.2 എന്ന് പറഞ്ഞത് ഈക്വൽ ആണ് എന്നാവില്ലേ നമ്മുടെ തിയറി അനുസരിച്ചിട്ട്? ശരിയല്ല. സോ ബൈ തിയറി ഓഫ് ഫോർത്ത് സ്റ്റെപ്പ് പറഞ്ഞാൽ അതാണ് ബൈ തിയറി ഓഫ് കലോറിമെട്രി, ബൈ തിയറി ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി അല്ലെങ്കിൽ തിയറി ഓഫ് കലോറിമെട്രി.
by theory of calorimetry. എന്താണ് theory of calorimetry പറയുന്നത്? Heat lost by the amount of heat lost by the heat energy lost by the hot body is equal to heat energy gained by the cold body. ശരിയല്ലേ? അപ്പോൾ ഇവിടെ amount of heat energy liberated by the metal എത്രയായിരുന്നു? Q is equal to 6500 C. നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കണ്ടുവച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ amount of heat energy absorbed by the water എത്രയായിരുന്നു? Q is equal to 900 into 4.2. അത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട്. അപ്പോൾ ഈ ഒരു തിയറി അനുസരിച്ചിട്ട് Q is equal to 6500 C എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 1 ഉം അതേപോലെ തന്നെ Q is equal to 900 into 4.2 എന്ന് പറയുന്ന സെക്കൻഡ് ഇക്വേഷനും ഈക്വൽ ആവുന്നുണ്ട്. Therefore, Q is equal to 6500 C is equal to, our equation number 1. Q is equal to 6500 C, equation number 1. Q is equal to 900 into 4.2. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് നമ്മുടെ തിയറി പറയുന്നത്. So, 6500 C is equal to 900 into 4.2. For C is equal to, C എന്ന് പറഞ്ഞാൽ specific heat capacity of the metal. മെറ്റലിൻ്റെ specific heat capacity ആണ് C. വാട്ടറിൻ്റെ specific heat capacity 4.2. മെറ്റലിൻ്റെ heat specific heat capacity ആയി C ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. For C is equal to 900 into 4.2 divided by 6500. ഏകദേശം 0.582 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് കിട്ടും. 0.582 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് കിട്ടും. അപ്പോൾ ഇത്രയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് മെറ്റലിൻ്റെ. 0.582 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. അപ്പോൾ നമ്മൾ മെറ്റലിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയായ C കണ്ടുപിടിച്ചു. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ മെറ്റൽ C is equal to 0.582 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തിയാണ്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിയുടെ ബേസിക് തിയറി എന്താണ്, എന്താണ് ഫോർമുല ഓഫ് കലോറിമെട്രി, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി കൊണ്ട് മീൻ ചെയ്യുന്നത്, അതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഒരിക്കലും ഒന്ന് ബൈഹാർട്ട് ചെയ്യാതിരിക്കുക. ഒന്ന് എന്തെങ്കിലും നമ്മൾ ബൈഹാർട്ട് ചെയ്താൽ പിന്നെ നമുക്കൊന്നും പ്രോബ്ലംസ് ഒന്നും വർക്കൗട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എത്രത്തോളം മനസ്സിലാക്കുന്നു അത്രത്തോളം നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും, ഡെറിവേഷൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതാണെങ്കിലും തിയറി നമ്മൾ ബൈഹാർട്ട് ചെയ്യാതിരിക്കുക. തിയറി എപ്പോഴും മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലാക്കി വിചാരിക്കുന്നു. ശരിക്കും ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൺഫ്യൂസ് ആകും. ഇത്രയും മെറ്റൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള, ഇത്രയും ഗ്രാം മാസുള്ള മെറ്റലിനെ ഇത്രയും ഗ്രാം മാസുള്ള വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മെറ്റലിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എത്രയാണ്? പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ് ആകും. പക്ഷേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കൺഫ്യൂസ് ആകില്ല. തീർച്ചയായിട്ടും നമുക്ക് ആ പ്രോബ്ലം ഈസി ആയിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നത് തന്നെയാണ്, പ്രത്യേകിച്ച് ഫിസിക്സ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് പോവാം. Problem number 2. Problem number 2 എന്ന് പറയുന്നത് two blockers P and Q. Their ratio of mass and the ratio of mass of two blockers is 2:1. Both the metal block has the same temperature level and their temperature rises in the same amount. Compare their specific heat capacity. അപ്പോൾ സെക്കൻഡ് പ്രോബ്ലം പറയുന്നത് രണ്ട് ബ്ലോക്കേഴ്സ് ഉണ്ട്. പി എന്നൊരു ബ്ലോക്ക് ഉണ്ട്, ക്യൂ എന്ന മറ്റൊരു ബ്ലോക്ക് ഉണ്ട്. ഈ രണ്ട് ബ്ലോക്കിൻ്റെയും മാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 എന്ന ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ടു ബ്ലോക്കേഴ്സ് ഓഫ് പി ആൻഡ് ക്യൂ. റേഷ്യോ ഓഫ് മാസ് ഓഫ് ടു ബ്ലോക്കേഴ്സ്, അതായത് പി എന്ന ബ്ലോക്കിൻ്റെയും ക്യൂ എന്ന ബ്ലോക്കിൻ്റെയും മാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ആൻഡ് ബോത്ത് ദ മെറ്റൽ ബ്ലോക്ക് ഹാസ് സെയിം ടെമ്പറേച്ചർ ലെവൽ. രണ്ട് മെറ്റൽ ബ്ലോക്കിൻ്റെയും ടെമ്പറേച്ചർ ലെവൽ സെയിം ആണ്. ഇതുപോലെ തന്നെ and their temperature rises in the same amount. ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതും സെയിം എമൗണ്ടിലാണ്. അങ്ങനെയെങ്കിൽ അവരുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കമ്പയർ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ച് നേരത്തെ പ്രോബ്ലത്തെക്കാളും കുറച്ച് ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്.
നേരത്തെ പ്രോബ്ലം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ വായിക്കാൻ നമ്മൾ കുറച്ച് കൺഫ്യൂസ് ആകും. പക്ഷെ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൺഫ്യൂസ് ആകില്ല. കൺസെപ്റ്റ് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൺഫ്യൂസ് ആകില്ല. പക്ഷെ നേരത്തെ പ്രോബ്ലത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഇവിടെ നമ്മുടെ ആ രണ്ട് ബ്ലോക്കിൻ്റെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ട് ബ്ലോക്ക് നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യണം. രണ്ട് ബ്ലോക്കുണ്ട്, പി എന്നൊരു ബ്ലോക്കുണ്ട്, ക്യൂ എന്നൊരു ബ്ലോക്കുണ്ട്. ഈ പി എന്ന ബ്ലോക്കിൻ്റെയും ക്യൂ എന്ന ബ്ലോക്കിൻ്റെയും മാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 എന്ന ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഈ രണ്ട് ബ്ലോക്കിൻ്റെയും ടെമ്പറേച്ചർ ലെവൽ സെയിം ആണ്. ഈ രണ്ട് ബ്ലോക്കിൻ്റെയും ടെമ്പറേച്ചർ ലെവൽ റൈസ് ചെയ്യുന്നതും സെയിം എമൗണ്ടിലാണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ബ്ലോക്സിൻ്റെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ബേസിക്കായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ട ഫോർമുലയും ഈ ഒരു പ്രോബ്ലം ശരിക്കും ഫോർമുല ഓഫ് കലോറിമെട്രി ആയ Q = mc ∆T. സിനാരിയോ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ആണ്. പക്ഷെ നമ്മൾ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ ഫോർമുല ഓഫ് കലോറിമെട്രി ആയ Q = mc ∆T എന്ന ഒരു ഫോർമുലയെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ Q = mc ∆T ഫോർമുല ഓഫ് കലോറിമെട്രി എഴുതുക. Q = mc ∆T. This is the formula of calorimetry. ഇനി നമുക്ക് രണ്ട് ബ്ലോക്ക് ഉണ്ട്. ഫസ്റ്റ് ബ്ലോക്ക് പി, സെക്കൻഡ് ബ്ലോക്ക് ക്യൂ. ഈ രണ്ട് ബ്ലോക്സിന്റെയും മാസിന്റെ റേഷ്യോ 2:1 ആണ്. അപ്പോൾ ഈ പി എന്ന ബ്ലോക്കിന്റെ മാസ് 2m ആണെങ്കിൽ ഈ ക്യൂ എന്ന ബ്ലോക്കിന്റെ മാസ് 1m ആണ്. 2:1 ആണ്. അതായത് പി എന്ന ബ്ലോക്കിന്റെ മാസ് 2m, ക്യൂ എന്ന ബ്ലോക്കിന്റെ മാസ് 1m. കാരണം റേഷ്യോ 2:1 എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പി എന്ന ബ്ലോക്കിന്റെ മാസ് നമ്മൾ 2m ആയിട്ട് എടുക്കുന്നു. ക്യൂ എന്ന ബ്ലോക്കിന്റെ മാസ് നമ്മൾ 1m ആയിട്ട് എടുക്കുന്നു. കാരണം ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് മാസിന്റെ റേഷ്യോ 2:m ആണ്. ഇനി നമ്മൾ ചോദിക്കുന്നത് ഈ രണ്ട് ബ്ലോക്കിന്റെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കമ്പയർ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പി എന്ന ബ്ലോക്കിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ CP എന്നും ക്യൂ എന്ന ബ്ലോക്കിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ CQ എന്നും എടുക്കണം. സോ ലെറ്റ് ദി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ബ്ലോക്ക് P. ആദ്യം let the mass of block P 2m. കാരണം എന്താണ് 2:1 ആണ്. ആ രണ്ട് ബ്ലോക്കിന്റെയും മാസിന്റെ റേഷ്യോ 2:1 ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പി എന്ന ബ്ലോക്കിന്റെ മാസ് നമ്മൾ 2m ആയിട്ട് എടുക്കുക. 2m. ഇതേപോലെ തന്നെ let the mass of block Q and specific heat capacity of metal block. Specific heat capacity of block P എന്ന് പറയുന്നത് CP യിൽ എടുക്കാം. CP. അതേപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ബ്ലോക്ക് Q. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ബ്ലോക്ക് Q. അത് നമ്മൾ CQ എന്നും എടുക്കാം. അങ്ങനെയെങ്കിൽ ഈ CP എന്നാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ബ്ലോക്ക് Q. ആ ബ്ലോക്ക് Qവിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയ സിയുടെയും Q എന്ന ബ്ലോക്കിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയ CQവിനെയും കമ്പയർ ചെയ്യണം. അതിൽ ആ രണ്ട് ബ്ലോക്കിൻ്റെയും റേഷ്യോ കാണാനായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ഫോർമുല എന്ന് പറയുന്നത് ഫോർമുല ഓഫ് കലോറിമെട്രി ആയ Q = mc ∆T. അപ്പോൾ ആദ്യം നമ്മൾ ബ്ലോക്ക് പിയിലേക്ക് പോവുക. ഫോർ ബ്ലോക്ക് പി
ആദ്യം നമ്മൾ ബ്ലോക്ക് പിയുടെ കേസ് എടുക്കണം. ബൈ ഫോർമുല ഓഫ് കലോറിമെട്രി Q is equal to MC delta T. ബ്ലോക്ക് പി ആയതുകൊണ്ട് Q is equal to MCP delta T. Delta T. Or CP is equal to Q divided by M delta T എന്ന് എഴുതാൻ തെറ്റില്ല, ശരിയല്ലേ? CP. ഇവിടെ Q നമുക്ക് എന്താണെന്ന് അറിയില്ല, Q അതേപോലെ എഴുതുക. M P എന്ന ബ്ലോക്കിന്റെ മാസ് എത്രയായിരുന്നു? 2M. ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ നമുക്ക് അറിയില്ല, അതേപോലെ എഴുതി. ഇനി ഇതേപോലെ തന്നെ ഫോർ ബ്ലോക്ക് ക്യൂ ബൈ ഫോർമുല ഓഫ് കലോറിമെട്രി Q is equal to MC delta T. ബ്ലോക്ക് ക്യൂ ആയതുകൊണ്ട് Q is equal to MCQ delta T. Or CQ is equal to Q divided by M delta T. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ ഈ CP ആൻഡ് CQ, CP എന്ന് പറഞ്ഞാൽ P എന്ന ബ്ലോക്കിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, CQ എന്ന് പറഞ്ഞാൽ Q എന്ന ബ്ലോക്കിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അത് രണ്ടും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ CP ഡിവൈഡഡ് ബൈ CQ. CP divided by CQ. CP divided by CQ is equal to Q divided by M 2M delta T divided by Q divided by M delta T. ശരിയല്ലേ? Which is equal to Q divided by 2M delta T into M delta T divided by Q. Or CP by CQ is equal to M by 2 എന്ന് കിട്ടും, which is equal to 1 by 2. So CP by CQ ആണ് നമുക്ക് 1 by 2 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ CP is to CQ എത്ര ആയിരിക്കണം? 1:2 ആകണമല്ലോ. അപ്പോൾ ഈ CP by CP is to CQ എന്ന് പറഞ്ഞാൽ P എന്ന ബ്ലോക്കിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെയും Q എന്ന ബ്ലോക്കിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെയും റേഷ്യോ ആണ് CP is to CQ. ആ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് 1:2 എന്ന് കിട്ടും. 1:2 എന്ന് കിട്ടും. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ P എന്ന ബ്ലോക്കിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 1 ആണ്, 1 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് ആണ്. Q എന്ന ബ്ലോക്കിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 2 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ആ രണ്ട് ബ്ലോക്കിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കമ്പയർ ചെയ്തു. CP is to CQ is equal to 1:2. അപ്പോൾ ഈ ഒരു പ്രോബ്ലവും ശരിക്കും ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഫോർമുല ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്ത രണ്ട് പ്രോബ്ലംസും ചോദിച്ചിരിക്കുന്നത് ഫോർമുല ഓഫ് കലോറിമെട്രി ആയ Q is equal to MC delta T, ആ ഫോർമുല ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ആ സിനാറിയോ, ഫസ്റ്റ് പ്രോബ്ലത്തിലെ സിനാറിയോ ഏതായിരുന്നു? പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ആയിരുന്നു സിനാറിയോ. പക്ഷെ നമ്മൾ ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത് ഫോർമുല ഓഫ് കലോറിമെട്രി ആയ Q is equal to MC delta T. സെക്കൻഡ് പ്രോബ്ലത്തിനും അതേപോലെ തന്നെ. ഫസ്റ്റ് പ്രോബ്ലത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് പ്രോബ്ലം ഈസിയാണ്. വെറുതെ ഫോർമുല എഴുതി നമ്മൾ കുറച്ച് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട രണ്ട് പ്രോബ്ലംസും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും ബൈഹാർട്ട് ചെയ്യാതിരിക്കുക, എല്ലാ കൺസെപ്റ്റും മനസ്സിലാക്കി തന്നെ പഠിക്കുക. കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഫിസിക്സിലെ ഏതൊരു ടോപ്പിക്കാണെങ്കിലും കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. മനസ്സിലാക്കി പഠിച്ചാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഫിസിക്സ്. എല്ലാ സബ്ജക്റ്റും ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. മനസ്സിലാക്കി പഠിച്ചാൽ തീർച്ചയായിട്ടും ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അത് ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൺഫ്യൂസ് ആകും. പക്ഷെ നമ്മുടെ കൺസെപ്റ്റിൽ നമ്മൾ നന്നായി ബൈഹാർട്ടല്ല, കൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കി പഠിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് ശരിക്കും ട്രാക്ക് ചെയ്യാൻ സാധിച്ചു. ഇത് ഏതൊരു പോർഷനിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന പ്രോബ്ലം ആണെന്നുള്ളത് നമുക്ക് ഈസിയായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അത് ട്രാക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ കൺസെപ്റ്റ്സ് എല്ലാം മനസ്സിലാക്കി തന്നെ പഠിക്കുക, ഒരിക്കലും ബൈഹാർട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട രണ്ട് പ്രോബ്ലംസും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് പ്രോബ്ലംസും ചോദിച്ചിരിക്കുന്നത്
അതിൻ്റെ സിനാരിയോ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ആണ്. പക്ഷേ ചോദിച്ചിരിക്കുന്ന ആ ഫോർമുല ബേസ് ചെയ്തിട്ടാണ്. Q=mc∆T എന്ന ഫോർമുല ബേസ് ചെയ്തിട്ടാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി പ്രോബ്ലംസ് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ചോദിക്കാം, നമുക്ക് ക്ലാസ് എടുക്കാം. അതിനുശേഷം നമുക്ക് സിമ്പിൾ പെൻഡുലം, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ചാപ്റ്റർ സിമ്പിൾ പെൻഡുലം ആയിരുന്നു. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഡെറിവേഷൻ വരെ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. T=2π√L/g ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. അത് നമ്മൾ ഡിറൈവ് ചെയ്താൽ ആ ഡെറിവേഷൻ വരെ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഇനി ആ ഫോർമുല ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ഫോർമുല ഓഫ് കലോറിമെട്രി ബേസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അതിനുശേഷം സിമ്പിൾ പെൻഡുലത്തിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.